എന്നേക്കാൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ കഴിവും അറിവുമുള്ള ആൾക്കാരിനി എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം. എന്നോട് സതീഷ് പറഞ്ഞു, ഇന്നത്തെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സംസാരിച്ചാൽ അത് കുറേയും കൂടി ഗുണകരമാകും. മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ചെറിയ ആൾക്കാരൊന്നും അല്ല. ഇനി ഈ ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ പ്രബുദ്ധരാക്കേണ്ട ആൾക്കാരാണ്. മാത്രമല്ല, ഇവരായിരിക്കും ഇനി നമ്മുടെ ഭൗതിക പോരാളികൾ എന്ന് സതീഷ് അടിവരയിട്ട് പറഞ്ഞു. ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഡൽഹിയിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലുള്ള ആൾക്കാർ. പലപ്പോഴും ഞങ്ങളുടെ അയൽവക്കത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ചില വാട്സപ്പുകളിലൂടെയാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയുന്നത്. നമ്മുടെ വാർത്താവിനിമയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിസ്ഫോടനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഈ ഒരു വിളക്കിച്ചേർക്കൽ നടന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി ഇപ്പം ജന്തർ മന്ദറിൽ തന്നെ ആ ഒരു വിഷയം അടങ്ങിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ പ്രശ്നം? BJP അധികാരത്തിൽ വന്ന ശേഷം ആരംഭിച്ച 3 പ്രധാനപ്പെട്ട പ്രക്രിയകളുണ്ട്. ഒന്ന് കൊമേഴ്സ്യലൈസേഷനാണ്, 2 സാഫ്രണൈസേഷനാണ്, 3 സെൻട്രലൈസേഷൻ. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥത്തിൽ BJP എന്താണ് ചെയ്യുന്നതെന്ന് 3 വാക്കുകൾ കൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പ്രതിപാദിക്കുകയാണെങ്കിൽ ഈ 3 വെക്കാബുലറീസ് വളരെ പ്രസക്തമാണ്. ഇതിൽ നിന്നാണ് ബാക്കി എല്ലാ ഘടകങ്ങളും ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിൽ ഒരു മുഗൾ കാലഘട്ടം ഉണ്ടായിരുന്നില്ല എന്ന് വരും തലമുറ ചിന്തിക്കുന്ന തരത്തിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റുന്നു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഇലഹബാദ് ദീനില്ലാഹി, മുഗൾ ചക്രവർത്തിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനത്തിൻ്റെ ഒരു പ്രതിഫലനമായ ഒരു നഗരമെന്നില്ല. ഇലഹബാദ് എന്നാരും ഇന്ന് പറയുന്നില്ല, പ്രയാഗ്രാജായി. അപ്പോൾ ഒരു സാഫ്രണൈസേഷന്റെ തലമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മുടെ മനസ്സിനെ അങ്ങ് മാറ്റിയെടുക്കുക. ഇതാണ് വളരെ ലളിതമായൊരു കാര്യം. ഇവിടെ ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കണവരെ പോലുള്ള ആൾക്കാരുണ്ട്. അല്ല, അതിലും മോശക്കാരനല്ലേ ഇപ്പം നോക്കിയാൽ അതിനെ TV കാണാറുണ്ട്. പോകാറില്ലേ നിങ്ങൾ? 2 പേരും ഉണ്ട്, ഞാൻ കാണാറുണ്ട്. ആരുണ്ട് പിന്നെ എല്ലാ ദിവസവും TV-യിൽ എങ്ങനെയാ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുന്നു ഇപ്പോൾ. അതെ, ടെലിവിഷൻകാർ ലീവ് തന്നാ. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. മീഡിയ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വ്യവസായമാണ്. ഇപ്പൊ നമ്മുടെ ആൾക്കാർ മാധ്യമപ്രവർത്തകരോടുള്ള ഈർഷ്യയും വിമ്മിഷ്ടവും ഒക്കെ പ്രകടിപ്പിക്കും. അത് ആര് വായിക്കുന്നു, ആര് കാണുന്നു എന്ന് പറയും. പക്ഷെ അതൊരു അനിവാര്യ ഘടകമായി സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്നിടത്തോളം കാലം നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടാം, വെറുക്കാം, പക്ഷേ അതിൻ്റെ പ്രസക്തിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്താ കാരണം? അത് മനസ്സിന്റെ വ്യവസായം. ഇത് തന്നെയാണ് വിദ്യാഭ്യാസവും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ, സോപ്പ്, കൺമഷി, ചാന്ത്, പൊട്ട്, ക്രീമൊക്കെ ഉപയോഗിക്കുന്നവരില്ലേ ഇവിടെ? എന്താ, ഏത് ക്രീമാണ് ഉപയോഗിക്കുന്നത്? വല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല.
ഈ അരുണൊക്കെ ഉപയോഗിക്കുന്ന ക്രീമൊക്കെ ഉപയോഗിച്ച് അനിൽ ഉപയോഗിക്കുന്ന ക്രീം ഉപയോഗിച്ച് ചിലപ്പോൾ മാറ്റമുണ്ടാകും. നോക്കി അല്ല, യാഥാർത്ഥ്യം എന്താ കാരണം എന്ന് വെച്ചാൽ അവയ്ക്കൊക്കെ നമ്മുടെ തൊലിപ്പുറത്ത് മാത്രമേ സ്വാധീനമുള്ളൂ. മീഡിയ, എഡ്യൂക്കേഷൻ, കൾച്ചർ അത് നേരെ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ മനസ്സിനെയാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ 99.99% വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നത് മുണ്ടാണ്. അല്ലേ? ഉണ്ടല്ലേ? ഇന്ന് നമ്മുടെ ക്യാമ്പസിൽ 99% വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് പാൻസാണ്. അന്ന് നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ വരുമ്പോൾ അവരുപയോഗിച്ചിരുന്നത് എന്താണ്? ഇതോടെ സതീഷ് എന്താണ് ഉപയോഗിച്ചിരുന്നത്? പെൺകുട്ടികളുടെ വസ്ത്രം എന്തായിരുന്നു? ഒന്ന് ദേവദർശനം അറിയാം, ഒന്ന് പറഞ്ഞ ദർശനം. പാവാട ബ്ലൗസും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നതിൻ്റെ ഒരു സ്ഥാപിത എനിക്കുണ്ട്. കുറച്ച് പുഷ്പദാസ് എന്തായിരുന്നു? ഹാഫ് സാരി, ഡാവണി. അല്ലേ? ഡാവണി. 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള പഞ്ചാബി പെൺകുട്ടികൾ ധരിക്കുന്ന ചൂരിദാർ എങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്ത്രമായി മാറി? മനസ്സ്. അമേരിക്കയിൽ കന്നുകാലികളെ നോക്കിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരുപയോഗിച്ചിരുന്ന ജീൻസ് എങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്ത്രമായി? മനസ്സ്. സ്വാഭാവികമായിട്ടും BJP ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ഒരു വിദ്യാഭ്യാസ നയത്തിലൂടെ ഈ സഫ്രണൈസേഷനാണ്. നമ്മളറിയാതെ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ചിന്തയെ മാറ്റിമറിക്കുകയാണ്. ഒരുപക്ഷെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചോ ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമെന്ന് പറയുന്നത് ഈ കാവ്യവൽക്കരണത്തിൻ്റെ ഒരു തലമാണ്. 2 സെൻട്രലൈസേഷൻ. ഇപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രതലമാകണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഭരണഘടനയിൽ അത് സംസ്ഥാന പട്ടികയിലായത്. സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി കേന്ദ്ര സർക്കാർ അതിലേക്ക് നുഴഞ്ഞു കയറി. അത് തുടക്കമിട്ടത് കോൺഗ്രസ് ആണ്, അത് തർക്കമൊന്നുമില്ല. ഈ കേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ പാകിയത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. പക്ഷെ അതിനെ സമർത്ഥമായി ഉപയോഗിച്ചു തുടങ്ങിയത്, ഫലപ്രദമായി വിസ്തൃതമാക്കി ഉപയോഗിച്ചു തുടങ്ങിയത് BJP ആണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗതയെ നിർണയിക്കുന്ന എല്ലാ മത്സര പരീക്ഷകളും ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഈ ജന്തർ മന്ദിർ സമരത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. ഏത് പരീക്ഷ എടുത്താലും, ഇപ്പൊ നീറ്റ് എടുത്താലും CUT എടുത്താലും എന്തെടുത്താലും എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ ഈ കേരളത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയപ്പോൾ അന്ന് JNU നടത്തുന്നൊരു എഴുത്ത് പരീക്ഷയാണ്. ആ എഴുത്ത് പരീക്ഷയിൽ നമ്മൾ ജയിച്ചാൽ അവിടെ പ്രവേശനമാണ്. ഇന്ന് എല്ലാ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് CUT എന്നുള്ള പേരിൽ ഒരു പരീക്ഷ അവർ കൊണ്ടുവന്നു. ഈ CUT കൊണ്ടുവരാനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ മറ്റ് കേന്ദ്ര സർവകലാശാലകളിലും ഡൽഹിയിലുള്ള ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടി തുടങ്ങി. ഇക്കാര്യത്തെക്കുറിച്ച് വളരെ ഗഹനമായി
പറയേണ്ട ഒരാളാണ് വന്നിരിക്കുന്നത്. എത്ര മണിക്കാ മാഷടെ? 11:30. ഓക്കെ. അപ്പൊ CUT വന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് ഡൽഹിയിൽ പല കോഴ്സുകളിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികളില്ല. പണ്ട് ഈ യൂണിവേഴ്സിറ്റികൾക്കുള്ള ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ JNU ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഉണ്ട്, ഡിപ്രിവേഷൻ എന്ന് പറയും. എന്ന് വെച്ചാല് മെറിറ്റ് മാത്രം പോരാ. ഇപ്പൊ നമ്മുടെ സംവരണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറത്ത് ഒരു ഡിപ്രിവേഷൻ മാർക്ക് കൊടുത്ത് വളരെ പുരോഗമനമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. എന്താണ് ഡിപ്രിവേഷൻ? ഗ്രാമീണ മേഖലയിൽ നിന്ന് വരുന്ന കുഞ്ഞു വിദ്യാർത്ഥികൾക്ക് 1% മാർക്ക് അധികം. അപ്പോൾ എന്താണ്, ബീഹാറിൻ്റെയും ഒറീസയുടെയും UPയുടെയും തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും ഗ്രാമീണ മേഖലയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്കും ആ കേന്ദ്ര സർവകലാശാലകളിൽ ഒരു പ്രാതിനിധ്യം ലഭിച്ചു. ഇന്ന് CUT വന്നതുകൂടെ ഇതെല്ലാം താളം തെറ്റി. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ ഓരോ നടപടി കൊണ്ടും മാറ്റിമറിക്കുന്നത് നമ്മൾ ചിന്തിക്കുക. ഭരണഘടന പൊളിച്ചെഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 2 കമ്മീഷനുകൾ, പൂഞ്ചി കമ്മീഷനും വെങ്കടചലയ കമ്മീഷനും, അടിവരിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവർണർ എന്നുള്ള സ്ഥാപനം അത് ഭരണഘടനാപരമായ ഒരു സ്ഥാപനം. അതിനപ്പുറത്തേക്ക് ആ ഒരു സ്ഥാപനത്തെ നീട്ടിയെടുക്കുന്നത് ഗുണകരമല്ല. അത് പറയാനുള്ളൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. സംസ്ഥാനങ്ങൾ അവരുടെ വിയർപ്പും രക്തവും ഉപയോഗിച്ച് പടുത്തുയർത്തിയ സ്ഥാപനങ്ങളുടെ മുകളിൽ ഈ കെട്ടിയിറക്കിയ ആൾക്കാർ ഭരണം ആരംഭിച്ചു. ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ ആര് ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗവർണറാണ് ഭരിക്കുന്നത്. ഈ ഗവർണർക്ക് ഈ സംസ്ഥാനത്തോടോ ഇവിടുത്തെ ജനങ്ങളോടോ വിദ്യാർത്ഥികളോടോ എന്ത് പ്രതിബദ്ധതയാണ്? ഒരു പ്രതിബദ്ധതയില്ല. അദ്ദേഹത്തെ നിയോഗിച്ച ഒരു പ്രത്യയ ശാസ്ത്രത്തോട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂറ്. എത്ര എളുപ്പം ഏറ്റവും കൂടുതൽ പോരടിക്കും പ്രതിരോധിക്കുമെന്ന് നമ്മൾ വിചാരിച്ച നമ്മുടെ സംസ്ഥാനം പോലും അതിന് കീഴടങ്ങി. നമ്മൾ നോക്കുക, എത്ര എളുപ്പത്തിൽ നമ്മൾ കീഴടങ്ങി. നമ്മുടെ സർവകലാശാലകൾ മുഴുവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി അവിടെ സിലബസുകൾ മാറും, അധ്യാപക നിയമനങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പഠിച്ച JNUവിൽ 300 ടീച്ചിങ് പോസ്റ്റ് ഉണ്ട് ഒഴിവ്. അതിൽ 180 200 പോസ്റ്റുകൾ ഫില്ല് ചെയ്തു. ഇപ്പം എല്ലാ തസ്തികളിലേക്ക് നിയമിക്കപ്പെട്ടവര് ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ്. ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ജവഹർലാൽ നെഹ്റു സർവകലാശാല എന്നുള്ള ആ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കൾച്ചർ, സംസ്കാരം അടിമുടി മാറും 10 വർഷം. ഒന്ന് CUT, വിദ്യാർത്ഥികളുടെ പ്രവേശനം, PhD പോലും ഒരു പ്രത്യേക എഴുത്ത് പരീക്ഷയുടെ അടിസ്ഥാനപ്പെടുത്തി ആക്കുന്നു. അധ്യാപക നിയമനം, VC വേറെ. അതിന് കൂടെയാണ് ഈ പറയുന്ന എല്ലാ അധികാരങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ ബില്ലും കൂടി. പക്ഷെ എന്താണ് VBCA അല്ലേ? VBCA ഇപ്പോഴീ കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകളൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എന്താ കാരണം വെച്ചാൽ അതിന്റെ പേരെല്ലാം ഹിന്ദിയാണ്. ഇപ്പൊ നമ്മുടെ IPC, CRPC, എവിഡൻസ് ആക്ട് ഇതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 3 നിയമങ്ങൾ നമ്മുടെ പാസ്സാക്കി. അവിടെ അല്ലേ, എന്താണോ അതിന്റെ പേര്? വക്കീല പേരില് പറയാൻ പറ്റുമോ? ആരാ ഇവിടുത്തെ വക്കീൽ? പ്രാക്ടീസ് ലോയറാണല്ലോ, ലോയറാണ്. അല്ല, ഞാൻ തെറ്റ് പറയില്ല. എന്താ കാരണം അറിയോ? മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞു, എനിക്ക് ഈ കുന്ത്രാട്ടത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല, നാവിൽ വഴങ്ങില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഒരെണ്ണം മാത്രം, ഭാരതീയ ന്യായ സംഹിത.
അതൊക്കെ മാത്രം. ബാക്കി രണ്ടു മണിക്ക് അറിയില്ല. ഇവിടെ വരണേ അറിയണോ? അറിയോ? ശരിക്കും പറ, ഞാനിപ്പോ ചോദിക്കും കേട്ടോ. അതെ, അല്ല, ഞാൻ ആരെയും തെറ്റ് പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാല് ഭരണഘടനയുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മുടെ നിയമങ്ങളുടെ ടൈറ്റില് ഇംഗ്ലീഷിലായിരിക്കണമെന്ന്. അതുപോലും മാറി. നോക്ക് എങ്ങനെയാണ് നിയമനിർമ്മാണത്തിന്റെ ഈ പറഞ്ഞ തലവാചകങ്ങളിൽ പോലും ഇവരുടെ സംസ്കാരം, ഇവരുടെ പ്രത്യേക ആ ഒരു പ്രത്യയശാസ്ത്രം സന്നിവേശിപ്പിക്കുന്നു. ഇപ്പൊ BBCA എന്നുള്ള ഒരു നിയമം, അതായത് ഉന്നത വിദ്യാഭ്യാസ നിയമം നമ്മൾ വിചാരിക്കുക, അതിനോടുകൂടി എല്ലാ അധികാരങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. UGCക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ പ്രസക്തിയില്ല. അപ്പോൾ ഓരോ നടപടികളിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ സെൻട്രലൈസേഷൻ, കൊമേഴ്സ്യലൈസേഷൻ, സോഫ്റ്റനൈസേഷൻ, ഇതിന്റെ ഒരു ബഹിർസ്ഫുരണങ്ങളായിട്ടാണ് നിയമനിർമ്മാണങ്ങളും നടപടികളും എല്ലാം വന്നു ഭവിച്ചിരിക്കുന്നത്. വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് നമ്മുടെ മുകളിൽ ഇത് തന്നെയാണ്. വൺ നേഷൻ വൺ എക്സാമിനേഷൻ. നോക്ക്, അവിടെ എല്ലാം വണ്ണുണ്ട്. വണ്ണ് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ പരിപൂർണമായും തിരസ്കരിക്കുക, തമസ്കരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഘടകങ്ങളുടെ എല്ലാം അന്തസത്ത എന്ന് പറയുന്നത്. മുദ്രാവാക്യങ്ങളിൽ വന്ന മാറ്റം. ഇപ്പോൾ ഈ പാർലമെന്റ് ചേരുമ്പോൾ അവിടെ വിളിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ നമുക്ക് തന്നെ അറപ്പളവാക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെയാണ്. ഓരോരുത്തരും അവരെ ഇഷ്ടമുള്ള അങ്ങ് വിളിക്കുക. ഇപ്പോൾ ഇവിടെ ഒരുപാട് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത കുറെ വിദ്വാന്മാര് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. ഭരണഘടനാ അസംബ്ലിയിൽ ആകെ 2 മുദ്രാവാക്യങ്ങളെ മുടങ്ങിയിട്ടുള്ളൂ. ജയ് ഹിന്ദും ഇൻക്ലാബും മാത്രം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒരുപക്ഷെ ജന്തർ മന്ദർ സമരത്തിൽ ഉയർന്നു കേട്ടതും ആ ഭരണഘടനാ അസംബ്ലി ഉയർത്തിയ മൂല്യങ്ങളുടെ മറ്റൊരു പ്രതിഫലനമായിരുന്നു. അംബേദ്കറിനൊപ്പം ഭഗത് സിംഗ് കൂടി സ്ഥാനം പിടിക്കുന്ന ഒരു തരത്തിലേക്ക് ആ സമരത്തെ മാറ്റി, അല്ലെങ്കിൽ സമരം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു കണക്കെടുക്കായിരുന്നു, പാർലമെന്റിൽ വന്നൊരു കണക്ക്. അതായത് പൊതുവിദ്യാഭ്യാസം ദുർബലപ്പെടുത്തും. എന്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസം ദുർബലപ്പെടുത്തേണ്ടത്? വ്യത്യസ്ത മതക്കാര്, വ്യത്യസ്ത ജാതിക്കാര്, വ്യത്യസ്ത സംസ്കാരക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് കോർക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരം എന്ന് പറയുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും പഥ്യമായ കാര്യമല്ല. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ പൂട്ടപ്പെട്ട സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസം 89,441. ഇത് പാർലമെന്റിലെ രേഖയാണ്. 89,441 സ്കൂൾസ്. ഇതിൽ 65,000 സ്കൂളുകളും അടച്ചുപൂട്ടിയത് ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയങ്ങൾ ഇനിയും അനിവാര്യമായ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അതായത് 89,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയപ്പോൾ അതിൽ 65,000 സ്കൂളുകളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ആ സംസ്ഥാനങ്ങളിലാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ വേണ്ടത്. നോക്കൂ എങ്ങനെയാണ് നമ്മളെ വിദ്യാഭ്യാസം തലകീഴായി പോകുന്നു. നോക്കൂ, അതിനൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമാണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടപ്പെട്ടത്. അതിനനുസൃതമായിട്ട് സ്വകാര്യ സ്കൂളുകൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രവേശന പരീക്ഷകളുടെ ഒരു ചതിക്കുഴി, ഇപ്പൊ നീറ്റ്, ഇപ്പൊ കഴിഞ്ഞ എന്തുകൊണ്ടാണ് ഈ ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിന് വലിയ കരുത്ത് അല്ലെങ്കിൽ വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടിയതെന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ട 2 പരീക്ഷകൾ, ഒന്ന് നീറ്റ് പേപ്പർ ചോർച്ച, 2 CBSEയിൽ വന്ന പരീക്ഷാ സമ്പ്രദായത്തിൽ വന്ന ക്രമക്കേട്. ഈ 2 പരീക്ഷകൾ മാത്രം എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണമെന്ന് പറയുന്നത് 48 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഈ 48 ലക്ഷത്തെ ഒരു 10ഓ 15ഓ കൊണ്ട് ഒന്ന് ഗുണിക്കുകയാണെങ്കിൽ ഒരു 10-15 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ക്രമക്കേടാണ് അവിടെ നടന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്
പേപ്പർ ചോരുന്നത് എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ ഒരു പരിപാടി അല്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി BJP അവരുടെ ആൾക്കാരെ മാത്രമേ നിയമിക്കുന്നുള്ളൂ. ഈ ചോർച്ചയിൽ പോലും ഒരു ഗൂഢാലോചനയുണ്ട്. ഇപ്പോൾ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ വലിപ്പത്തെക്കുറിച്ച് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു 1.5 ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവറാണ് ഒരു കോച്ചിങ് ഇൻഡസ്ട്രിക്ക്. എന്തുകൊണ്ടാണ് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ ഈ അതിഭീകരമായിട്ടുള്ള മർദ്ദനവും ഈ പല്ലറ്റ്, ചില്ലി ബോംബ്, ആണിവച്ച ലാത്തി, ടിയർ ഗ്യാസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടും അവർക്ക് യാതൊരുവിധ ഭയവും ഉണ്ടാകാതിരുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ മനസ്സിൽ കുറെ കാലമായിട്ട് അടിഞ്ഞുകൂടിയ രോഷത്തിന്റെ, ദുഃഖത്തിന്റെ കനത്ത പാളികളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥയാണ്. ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു ശരാശരി കുടുംബം അവരുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനുമുള്ള എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ ജന്തർ മന്ദറിലെ സമരം ഇതുപോലെ പ്രക്ഷുബ്ധമാകാനും ഇതുപോലെ രൂഢമൂലമാകാനും ഉള്ള ഒരു കാരണം. ഇപ്പം നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ സമരം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങൾ ഇവരുടെയൊക്കെ എന്ത് പ്രതിബന്ധം അവർ സൃഷ്ടിച്ചാലും അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തി അവർ കൈവരിച്ചിരുന്നു. പാർലമെന്റിന്റെ ഗേറ്റ് വരെ പിള്ളേരെത്തി. പാർലമെന്റിന്റെ ഗേറ്റ് വരെ എത്ര ബാരിക്കേഡുകൾ ഇവർ ഉയർത്തി, എത്ര ബാരിക്കേഡ് ഉയർത്തിയിട്ടും അത് മാത്രമല്ല, ഡൽഹി പോലീസ് മാത്രമല്ല, അതിർത്തിയിൽ കാവൽ നിൽക്കേണ്ട ആൾക്കാരെ കൂടി ഡൽഹിയിലേക്ക് അവർ കൊണ്ടുവന്നിരുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കൂടാതെ ഒരുപാട് ആൾക്കാരെ പല രൂപത്തിലും ഭാവത്തിലും അവിടെ വിന്യസിച്ചിട്ട് പോലും ഈ കുട്ടികളുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. പ്രധാനമന്ത്രി ഇന്നലെ മൂപ്പരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ, ഇപ്പം നമ്മുടെ പാർട്ടിക്കാരെല്ലാവരോടും പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറണമെങ്കിൽ, പക്ഷെ ഇപ്പോൾ പ്രധാനമന്ത്രി ഇൻസ്റ്റയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ കുട്ടികൾക്ക് മാപ്പ് കൊടുക്കുന്നു. കുട്ടികൾ എനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിൽ ഞാൻ മാപ്പ് കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞ ആ വാചകങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇഴമാറ്റുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പെൺകുട്ടികളിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ട ഭാഷയല്ല ടീച്ചറെ, പെൺകുട്ടികളിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ട ഭാഷയല്ല ജന്തർ മന്ദറിൽ ഉയർന്നിരുന്നത്. എന്താ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും വേറെ വേറെ ഭാഷയുണ്ട? നോക്ക്, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞ വാചകമാണ്. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ദിവസവും മൂപ്പർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് മൂപ്പർ വരുന്നത്. വന്ന ശേഷം മൂപ്പർ പറയാണ്, ഞാൻ ഈ കുട്ടികൾക്ക് മാപ്പ് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ കുട്ടികളോടല്ലേ അദ്ദേഹം മാപ്പ് പറയേണ്ടത്? അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി മെതിച്ച് അവരെ ഒരു സമരത്തിലേക്ക് തള്ളിയിട്ട ശേഷം അദ്ദേഹം പറയാണ്, അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സഭ്യതയെ ലംഘിക്കുന്നതാണ്. ആ പെൺകുട്ടികൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, വിളിക്കാൻ പാടില്ലാത്ത മുദ്രാവാക്യം വിളിച്ചെങ്കിലും ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇന്ന് ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ അത് വലിയ കാര്യമായിട്ട് കനകക്കട്ട പോലെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. നോക്ക് എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുന്നതെന്ന്. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ഒരു ഭരണാധികാരി ഉപയോഗിക്കേണ്ട ഭാഷയല്ല ഇത്. ഒന്നില്ലെങ്കിലും നമ്മുടെ പെൺകുട്ടികൾക്ക് വേറൊരു ഭാഷ വേണമെന്ന് ഒരു ഭരണാധികാരി ശഠിക്കുന്നതല്ലേ ഭരണഘടനാ മൂല്യത്തിന് നിരക്കാത്തതാണ് എന്ന് ഏതെങ്കിലും ഒരു മാധ്യമം പറയുന്നു. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമത്തിൽ അങ്ങനെ വന്ന ഇതും പ്രധാനമന്ത്രിയുടെ പ്രതിപാദനം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ 1992 ഡിസംബർ 6 ഒരു ശൈത്യത്തിൽ മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രതീകമായിട്ട് 500 വർഷത്തോളം തലയുയർത്തി നിന്നിരുന്ന ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നത്
നോക്കിക്കണ്ട അല്ലെങ്കിൽ നോക്കിക്കാണാൻ ഭാഗ്യമോ നിർഭാഗ്യമോ ലഭിച്ചൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് കിടക്കുന്ന ഒരു ദൃശ്യമാണത്. എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യം മതനിരപേക്ഷതയെ കടപുഴുകിയതെന്നും എങ്ങനെയാണ് ജനാധിപത്യം രൗദ്രതയാർന്ന ഒരു രഥമായിട്ട് മുമ്പോട്ട് ഉയർന്നതെന്നും ഉരുണ്ടതെന്നും ഒരു പക്ഷേ എനിക്ക് അവിടെ നിന്നാണ് എനിക്കൊരു തിരിച്ചറിവ് കിട്ടിയത്. നമ്മളൊക്കെ ഈ കേരളത്തിൽ നിന്ന് മഹാനഗരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇന്ത്യ എന്നുള്ള ആശയം നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ മുസ്ലിം എന്ത്, ഇപ്പം എൻ്റെ ക്രിസ്ത്യൻ എന്ത്, ഹിന്ദു എന്ത്, അങ്ങനെയുള്ളൊരു വേർതിരിവില്ലാതെ തോടോട് തോൾ ചേർന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു ഇന്ത്യ എന്നുള്ളൊരു ആശയമാണ്. ഈ ആശയമായിട്ടാണ് ഞാനും ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. പക്ഷെ 992 ഡിസംബർ 6 ഈ ബാബറി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രം ഒരു ഇരുണ്ട ഗുഹയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അന്ന് ഞാൻ എഴുതി വച്ച വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ പുലർവേളയിൽ അയോധ്യയിലേക്കുള്ള യാത്ര മതനിരപേക്ഷ ഇന്ത്യയുടെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയുള്ള യാത്രയാണെന്ന് ഞങ്ങളാരും നനച്ചിരുന്നില്ല എന്നുള്ളതാണ് അന്ന് ഞാൻ എഴുതിയ വാക്ക്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് വളരെ പ്രവചന സ്വഭാവമുള്ളതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ബാബറി മസ്ജിദ് ഇല്ല. ബാബറി മസ്ജിദിന് പകരം നമ്മുടെ സിലബസിൽ 3 താഴികക്കുടങ്ങളുള്ള ഒരു കെട്ടിടം നശിപ്പിച്ചു. ഇങ്ങനെയാണ് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായിട്ടല്ല ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നു. ക്ഷുഭിതനായ ഒരു ചെറുപ്പക്കാരൻ നോക്ക്, ക്ഷോഭം വന്ന് വർഷങ്ങളായി ഇങ്ങനെ ഉലയൂതി സൃഷ്ടിക്കപ്പെട്ടൊരു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പരിണിത ഫലമായിരുന്നു ആ ഒരു വധമെന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇനി പഠിക്കാൻ കഴിയില്ല. ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ ഒരു ആവിർഭാവം തന്നെ ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. ഈ രാജ്യത്തിന്റെ പഴയ ഇതിഹാസങ്ങളിലേക്കും മറ്റും പോകുമ്പോൾ ഒരു പക്ഷെ അവരുടെ മനസ്സിലേക്ക് കിട്ടുന്ന ചിത്രങ്ങൾ എന്തായിരിക്കും? ഞാൻ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ 147 വർഷം പഴക്കമുള്ള ഒരു ചിത്രം കണ്ടു. ഒരു ചെറിയൊരു മുണ്ട് അരയിൽ ചുറ്റിട്ടാണ് രാജാവ് നിൽക്കുന്നത്. അന്നത്തെ കോപ്പത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണല്ലോ അത് ഒരു 150 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു അരയിലൊരു ചുറ്റ്. പക്ഷെ നമുക്കിന്ന് ഈ ദൈവങ്ങളെ അങ്ങനെ ഒരു ഒറ്റമുണ്ടിൽ നിർത്താൻ പറ്റുമോ? ഏത് രൂപത്തിലേക്കാണ് അവരെ നമ്മുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഒരു തരത്തിലും യുക്തിബോധമില്ലാത്ത ഒരു തലത്തിലേക്ക് നമ്മുടെ യുവതലമുറയെ നയിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറുന്നത്. ഇന്ന് ഈ എഴുത്ത് പരീക്ഷകളെല്ലാം പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കമ്മിറ്റിയിലെ ഒരു മെമ്പർ നമ്മുടെ IIT-യുടെ ചെന്നൈ IIT-യുടെ ഡയറക്ടറാണ്. ഞാൻ അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ നമ്മുടെ മമ്മൂക്ക പത്മഭൂഷൺ മേടിക്കുന്ന സമയത്ത് അദ്ദേഹം പത്മശ്രീ മേടിക്കാൻ വന്നത് ഈ കാമകോടി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അതെന്നെ കണ്ടിപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ പാർലമെന്റിൽ പറഞ്ഞ കാര്യം അദ്ദേഹം എന്നോട് ഓർമ്മിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ശാസ്ത്ര സാങ്കേതിക പാതയിലേക്ക് നമ്മുടെ യുവജനത്തെ കൈപിടിച്ച് നടത്തേണ്ട ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ അധിപൻ തൻ്റെ കുടുംബത്തിൻ്റെ രോഗം മാറ്റുന്നത് ഗോമൂത്രം കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രൂപത്തിലേക്കായിരിക്കും നമ്മുടെ രാജ്യം സഞ്ചരിക്കുക? നോക്കുക, നമ്മുടെ ഏത് വിദ്യാഭ്യാസത്തിൻ്റെ ഏത് തലമെടുത്താലും മധ്യപ്രദേശിൽ 8 കോടി രൂപയാണ് കൗഡങ്കിൽ നിന്ന്, ചാണകത്തിൽ നിന്ന് ക്യാൻസർ പ്രതിരോധത്തിനുള്ള മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഗവേഷണത്തിന് വേണ്ടി മുടക്കിയത്. ആ 8 കോടി രൂപയും പോയി. എന്ത് ഡിറക്ഷൻ എന്താണെന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ രാജ്യത്തിൻ്റെ ദിശ എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിദ്യാഭ്യാസം മുഴുവൻ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണമെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നയങ്ങളെല്ലാം രൂപീകരിക്കപ്പെടുന്നത് തന്നെ. ഒരുപക്ഷെ
നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമായിട്ട് ഈ സാംസ്കാരിക വിദ്യാഭ്യാസ ഇടപെടലിനെ BJP കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തിയാണ്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അതായത് ഇത്രത്തോളം BJP ഇങ്ങനെ അരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ പ്രതിരോധം എന്നുള്ളത്. അപ്പം അതിൽ ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. മാധ്യമങ്ങൾ മനസ്സിൻ്റെ വ്യവസായമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെ കുറവാണ്. പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഒരു പക്ഷേ നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എത്ര ആൾക്കാരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമെന്ന് പറയുന്നത്? ഇപ്പോൾ ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ പോലും അവർക്ക് പ്രശ്നമായിരുന്നില്ല. എന്താ കാരണം? അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബ്ലൂടൂത്ത് സംവിധാനങ്ങൾ അവർ തന്നെ കണ്ടെത്തി. പക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ ദൗർബല്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ ക്ലാസ് നമ്മൾ എടുക്കുന്നു, നിങ്ങൾ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ സർവേ പ്രകാരം ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ അണിനിരത്തിയത് ഇൻസ്റ്റ എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. BJPയുടെ IT സെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ വ്യാജ വാർത്തകൾ വാട്സപ്പിലൂടെ കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് അപ്പുറത്ത് കുട്ടികളെ കൂടുതൽ അണിനിരത്താൻ വേണ്ടി ഇൻസ്റ്റ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർക്ക് സഹായകരമായതെന്നുള്ള ഒരു സർവേ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയപ്പോഴാണ് ഈ പ്രധാനമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇൻസ്റ്റാഗ്രാമിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് തിരിച്ചറിവാണ്. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്കിതെല്ലാം അറിയാം, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഏത് രൂപത്തിലാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ എങ്ങനെയായിരിക്കണം നമ്മൾ ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലും കൂടി നമ്മൾ കൃത്യത വരുത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ വലിയൊരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ ഒരു മൊത്തത്തിലൊരു മൂകത നമുക്ക് ഇവിടെ കാണാം, അല്ലേ സതീഷേ? നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അതുണ്ട്. പക്ഷെ ഏത് തിരിച്ചടിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരുത്തിനാണ്. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ വളരെ ഹ്രസ്വകാലത്തിനിടയ്ക്ക് തന്നെ അധികാരത്തിലേറിയ ഈ ഗവൺമെന്റ് ഏതെല്ലാം രൂപത്തിലേക്ക് കൂപ്പുകുത്തി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അവർ പറഞ്ഞതും പ്രവർത്തിച്ചതും തമ്മിലുള്ള അന്തരം എത്രത്തോളം വലുതാകുന്നു എന്നുള്ളതും നമുക്കറിയാം. പക്ഷെ ഇവിടെയും നമ്മൾ സാംശീകരിക്കുന്ന ഈ വസ്തുതാപരമായ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അല്ലെങ്കിൽ പ്രതിബന്ധമായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ എത്ര പേര് ഇൻസ്റ്റയിലുണ്ടെന്ന് എനിക്കറിയാം. എത്ര പേര് ഇൻസ്റ്റയിലുണ്ട്? ഞാൻ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. നോക്കട്ടെ, ആരും കളവ് പറയുന്നത് കേട്ടോ, ഞാൻ പരിശോധിച്ച് നോക്കും കേട്ടോ. നിങ്ങളുടെയൊക്കെ ഈ ഫോളോവേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ എണ്ണം എത്രയാ നോക്കാറുണ്ടാ? എത്ര? ഒന്നുമില്ല. അത് എന്തുകൊണ്ടാണ് ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സതീഷേ, ഇവിടെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ, എക്സിൽ എത്ര പേരുണ്ട്? ആകെ 6-7 പേരുള്ളൂ. നോക്കുക, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മാത്രമല്ല ഇവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. എന്താ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കും? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഒന്ന് പറഞ്ഞത് പറ. കേട്ടില്ല. 100? 400? കഷ്ടം തന്നെ കേട്ടാ. ഇത്രയും വലിയ പ്രമാണിയായിട്ട് അവിടെ ഒന്ന് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ 400 പേര്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ആ ഒരു വിവരം ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ വളരെ കനപ്പെട്ട സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്,
മാർക്സിസം ലെനിനിസം വൈരുദ്ധ്യാത്മക കൊടുക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ, അതാണല്ലോ ഇവരുടെ ഭാഷ, ഹുക്ക് ചെയ്ത രീതിയിൽ കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ്സിൽ ഒരുപക്ഷെ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തേണ്ടത് എന്നതുകൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകണം. അതിൽ ചില കേസ് സ്റ്റഡീസ് കൂടി നമ്മൾ എടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ, വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് ചില ആൾക്കാരുടെ അക്കൗണ്ട് പരിശോധിച്ചിട്ട് ആ അക്കൗണ്ടിൽ എവിടെയാണ് തകരാറ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഇട്ടാൽ ഒരുപക്ഷെ ഇപ്പം പണ്ട് മാരുതി ഒമ്നി എന്നുള്ളൊരു വാൻ ഉണ്ടായിരുന്നു ഇല്ലേ, മാരുതി ഒമ്നി വാൻ ഇല്ലേ, ഒമ്നി. ഈ വാനൊരു കുഴപ്പമുണ്ടായിരുന്നു, ഭയങ്കര ഷെയ്ക്കായിരുന്നു, ഒരുപാട് കാലം നീണ്ട വാഹനമാണ് മാരുതി ഒമ്നി എന്ന് പറയുന്നത്. അപ്പം ജപ്പാനിലെ എഞ്ചിനീയർമാർ, അപ്പം ഇവരുടെ ആണല്ലോ, അവർ വന്നിട്ട് ഒരുപാട് നോക്കിയിട്ടും ഒന്നും ആയില്ല. അപ്പോഴാണ് ഡൽഹിയിൽ ദരിയാഗഞ്ചിലുള്ളൊരു സർദാർജി പറഞ്ഞു, ആ ആക്സിൽ 2 തിരിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ ആ കാലഘട്ടത്തിൽ മാരുതിയുടെ ആക്സിൽ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം അവസാനത്ത് ഇങ്ങനെ നിന്ന് ഓരണം. ശരിയല്ലേ? പറവേണ്ട, തിരിച്ചിട്ടപ്പം കറക്റ്റായി. അപ്പോൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന കനപ്പെട്ട വിവരങ്ങൾ അത് എങ്ങനെ സാധാരണക്കാരനിലേക്ക് പോകാൻ കഴിയും എന്നുള്ള ഒരു ധാരണ കൂടി നമ്മൾ വരുത്തിയാൽ ഒരുപക്ഷെ നമ്മളിങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് സംശയിക്കുന്ന കാര്യങ്ങൾ ലളിതമായി അവരിലേക്ക് എത്തിക്കാൻ കഴിയും. അതിലൂടെ മാത്രമേ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അലകും പിടി ഞാൻ ഉദ്ദേശിക്കുന്നത് മാറിയിരിക്കുന്നൊരു സാഹചര്യത്തിലാണ്. അത് ജന്തർ മന്തർ സമരം നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നമ്മുടെ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്ന രൂപത്തിലേക്കായിരിക്കണം. എന്തായാലും ഡൽഹിയിലെ സംഭവവാസങ്ങൾ കേരളത്തിൽ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്, നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ജനാധിപത്യ ഇടം തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടം ഭാഗികമായിട്ടെങ്കിലും വിജയം കണ്ടു. ഇനി മുമ്പോട്ട് പോകുക എന്നുള്ള ഈ ദൗത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പോകണം. സുഖമില്ലാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നമ്മുടെ ഈ പരിപാടി വരുന്ന സമയത്തിന് സതീഷിനോട് പറഞ്ഞിരുന്നു, ഞാനൊരു 15-20 മിനിറ്റേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ ഞാനൊരു 45 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പഠനവേദിക്ക് എല്ലാ ആശംസകളും നൽകുന്നു. ഇതൊരു മാതൃകാപരമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ ജില്ലയിലെ എല്ലാ വ്യക്തികളിലേക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് ഈ ഒരു പഠന സബരിയ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.